വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കി ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ കവർച്ച നടന്നത്. പട്ടാപ്പകൽ ദേശീയപാതയുടെ തൊട്ടടുത്ത് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ട കവർച്ച. പ്രതി കൊള്ളയടിക്കുന്നതും കടന്നുകളയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ആളെ കിട്ടിയിരുന്നില്ല. പക്ഷേ കൊള്ള നടന്ന 3-ാം ദിവസം പോലീസ് പ്രതിയെ പുഷ്പം പോലെ പൊക്കി. എങ്ങനെയെന്നല്ലേ? അതാണ് നമ്മുടെ പോലീസിന്റെ മിടുക്ക്. വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു റിജോ ആന്റണിയുടെ കൊള്ള. ഇതിന് 4 ദിവസം മുൻപും റിജോ ഒരു ശ്രമം നടത്തി നോക്കിയിരുന്നു. പക്ഷേ പോലീസ് ജീപ്പ് കണ്ടതോടെ പിന്മാറുകയായിരുന്നു. പ്ലാൻ ഫെയിൽഡ്. പക്ഷേ 4 ദിവസത്തിന് ശേഷം ഇയാൾ പ്ലാൻ കൃത്യമായി നടത്തി. ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം നിരീക്ഷിച്ചു വെച്ച റിജോ ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി കയ്യിൽ കിട്ടിയ 15 ലക്ഷവുമായി രക്ഷപ്പെട്ടു. പോകുന്ന വഴിയിൽ കുറച്ച് മദ്യവും വാങ്ങി. പിടിക്കപ്പെടാതിരിക്കാനായി സകല അടവും ഇയാൾ പയറ്റിയിരുന്നു. ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും കാണാതിരിക്കാനായി ഇയാൾ ശരീരം മുഴുവൻ മൂടിയിരുന്നു. അന്വേഷണം നടന്നാൽ ഗതി മാറിപ്പോകാനായി ഹിന്ദിയിലാണ് ഇയാൾ സംസാരിച്ചത്. കൊള്ള കഴിഞ്ഞ് വാഹനത്തിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. കൊള്ളയ്ക്ക് ശേഷം CCTV ഇല്ലാത്ത സ്ഥലം നോക്കിയും ഇയാൾ ഉടുപ്പ് മാറി. ബുദ്ധിപരമായി വളഞ്ഞ വഴികളെടുത്ത് യാത്ര ചെയ്തു. പക്ഷേ കേരള പോലീസിനെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ. കൊള്ള നടന്നയുടൻ തന്നെ അന്വേഷണം വേഗത്തിലാക്കിയ പോലീസ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് ആദ്യം മനസ്സിലാക്കി. പിന്നീടാണ് ആ സുപ്രധാന നിരീക്ഷണം പോലീസ് നടത്തിയത്. അതെന്താണെന്നല്ലേ? പ്രതിയുടെ ഷൂവിനെ കുറിച്ച്. പലതവണ ഉടുപ്പ് മാറിയതടക്കമുള്ള ഗംഭീര പ്ലാനിംഗ് നടത്തിയ റിജോ പക്ഷേ ഷൂ മാറ്റാൻ മറന്നുപോയി. സൂചന കിട്ടിയ പോലീസ് ഒരുപാട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ ഇതേ ബാങ്കിൽ വന്നിരുന്നതായി പോലീസ് കണ്ടെത്തി. അന്ന് ഇയാൾ ചുറ്റുപാടുകളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ബാങ്കിന് തൊട്ടു മുൻപിലുള്ള പള്ളിയിൽ കുർബാനയില്ലാത്ത സമയം വെള്ളിയാഴ്ചയാണെന്ന് പ്രതി മനസ്സിലാക്കി. തുടർന്നായിരുന്നു കൊള്ള. ഇതെല്ലാം കണ്ടുപിടിച്ച പോലീസ് ഇയാളുടെ മൊബൈൽ നമ്പർ കണ്ടെത്തി ട്രേസ് ചെയ്തു. തത്ഫലമോ 3-ാം നാൾ റിജോയുടെ വീട്ടുപടിക്കൽ പോലീസ് എത്തി. കട്ട മുതലിൽ ലാവിഷായി ജീവിക്കുകയായിരുന്നു പ്രതി. അപ്പോൾ സുഹൃത്തിന് ഈ മുതലിൽ നിന്ന് കടമായി വാങ്ങിയ പണം തിരിച്ചു നൽകി. വീട്ടിൽ ഒരു കുടുംബ സംഗമമൊക്കെ നടക്കുമ്പോൾ പ്രതിയൊക്കെ നാട് വിട്ടെന്നും അയാളെ ഒന്നും പിടിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് റോജിൻ ചില്ലായി നടക്കുകയായിരുന്നു. എന്നാൽ ആ ചില്ലിങ്ങിന് അധികം ആയുസ്സുണ്ടായില്ല. നാട്ടുകാർ നോക്കി നിൽക്കെ പുഷ്പം പോലെ റിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ പോയി ബണ്ടി ചോറിനെ പൊക്കിയ, രാജസ്ഥാനിലും അസാമിലുമൊക്കെ പോയി പുഷ്പം പോലെ കള്ളന്മാരെ പൊക്കുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കേരള പോലീസിലുള്ളത്. അവരൊക്കെ ഉള്ളപ്പോൾ ഈ ചാലക്കുടിക്കാരൻ റിജോ ആന്റണിയൊക്കെ എന്ത് അല്ലേ? എന്തായാലും പോലീസിനെ 2 ദിവസത്തേക്ക് വെള്ളം കുടിപ്പിച്ച കള്ളൻ ഇനി കുറച്ച് ദിവസം വെള്ളം കുടിക്കട്ടെ.